എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിപൊളിയൊരു കഥയാണ്. അടിച്ചമർത്തലിന്റെയും വിപ്ലവത്തിന്റെയും. പക്ഷേ ഇത് വരുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്നാണ്. അപ്പം ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു ലോകത്ത് എങ്ങനെയാണ് ഒരാൾ ഹീറോ ആകുന്നത്? ഈ ചോദ്യമാണ് നമ്മുടെ കഥയുടെ കാതൽ. അപ്പോ നമുക്കൊരു സിനിമ കാണുന്ന പോലെ ജോ എന്ന ഉറുമ്പിന്റെ ആ ഒരു ഇതിഹാസ കഥയിലേക്ക് അങ്ങിറങ്ങിച്ചെല്ലാം, അല്ലേ? അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഭയങ്കര കഷ്ടപ്പാടും പേടിയൊക്കെ നിറഞ്ഞൊരു ലോകത്താണ്. അവിടെ ഒരു വലിയ ഉറുമ്പിൻ കൂട്ടം. അവർ ഭയങ്കര ക്രൂരന്മാരായ കുറെ യജമാനന്മാരുടെ അടിമകളായി ജീവിക്കുകയാണ്. ഇവിടെ നോക്കൂ, രാവും പകലും വ്യത്യാസമില്ലാതെ ഈ ഉറുമ്പുകളെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ ദുഃഖകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ അധ്വാനം മുഴുവൻ അവർക്ക് വേണ്ടിയല്ല, മറിച്ച് അവരെ അടക്കി ഭരിക്കുന്ന ആ യജമാനന്മാർക്ക് വേണ്ടിയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? വേഗം ചെയ്യ്, യജമാനന്മാരിപ്പോ വരുമെന്ന്. അപ്പോ ശിക്ഷ കിട്ടൂ എന്നുള്ള ആ ഒരു പേടിയാണ് അവരെക്കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ശരിക്കും ഒരു വശത്ത് പാവം ഉറുമ്പുകൾ, വിശപ്പും നിരാശയുമായിട്ട്, മറുവശത്തോ ഒരു ദയയുമില്ലാത്ത ക്രൂരന്മാരായി യജമാനന്മാർ. അവരുടെ അവസ്ഥ ഇതായിരുന്നു. ചെറുതായിട്ടൊന്ന് എതിർത്താൽ, എന്തിന്, കുറച്ച് ഭക്ഷണം ചോദിച്ചാൽ പോലും മരണം ഉറപ്പാണ്. വേണ്ട, പാറ്റകൾ നമ്മളെ കൊല്ലും എന്ന പേടിയിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പറയാറില്ലേ, എത്ര വലിയ ഇരുട്ടാണെങ്കിലും ഒരു ചെറിയ തീപ്പൊരി മതി എല്ലാം മാറ്റിമറിക്കാൻ. അതുപോലെ ഇവിടെയും ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ആ പാറ്റകളുടെ ആക്രമണത്തിന് ശേഷം അവരുടെ സഹനം അതിന്റെ അങ്ങേയറ്റത്തെത്തി. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി. ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് ഒരാള്, നമ്മുടെ കഥാനായകൻ ജോ, എഴുന്നേറ്റ് നിന്നത്. അവൻ തീരുമാനിച്ചു, മതി, ഇത്രയും സഹിച്ചത് മതി. അവനൊരു ആഹ്വാനം നൽകി. നമ്മൾ പാറ്റകൾക്കെതിരെ പോരാടണം. ഓർക്കണം, അതൊരു സാധാരണ വാക്കല്ല. ഒന്നുകിൽ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാവുന്ന, അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള നാശത്തിലേക്ക് തള്ളിവിടാവുന്ന ഭയങ്കര അപകടം പിടിച്ചൊരാശയമായിരുന്നു അത്. പക്ഷേ പ്രശ്നമതല്ലല്ലോ. ഉറുമ്പുകൾ തീരെ ചെറുതാണ്, പാറ്റകളാണെങ്കിൽ ഭയങ്കര വലുതും. അപ്പോ നേർക്കുനേരൊരു പോരാട്ടം, അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ശരിക്കും നല്ലൊരു പ്ലാൻ വേണമായിരുന്നു. അപ്പോ സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് സംശയമായി, അതെങ്ങനെ നടക്കും? കാരണം ഒറ്റ നോട്ടത്തിൽ ജയിക്കാനുള്ളൊരു സാധ്യതയും അവർക്ക് മുന്നിലുണ്ടായിരുന്നില്ല. പക്ഷേ ജോയുടെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ടായിരുന്നു. ശത്രുക്കൾക്ക് എന്തിനെയാണോ ഏറ്റവും പേടി, അത് തന്നെ അവർക്കെതിരെ ഒരു ആയുധമാക്കാനുള്ള ഒരു കിടിലൻ തന്ത്രം. അവരുടെ ആ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നുവെന്നോ? ഒരു ഭീകരനെ സൃഷ്ടിക്കുക. ആ തന്ത്രത്തിന്റെ പേരായിരുന്നു ഭീമൻ പക്ഷിതന്ത്രം. അപ്പൊ പ്ലാൻ വളരെ സിമ്പിളായിരുന്നു, പക്ഷെ ഭയങ്കര ബ്രില്യന്റുമായിരുന്നു. നോക്കൂ, കുറേ ഇലകളും കമ്പുകളൊക്കെ എടുക്കുക, അതുകൊണ്ട് വലിയൊരു പക്ഷിയെ ഉണ്ടാക്കുക, എന്നിട്ട് അതൊരു മരത്തില് തൂക്കിയിടുക. അവസാനം യജമാനന്മാര് വരുന്നതും കാത്തിരിക്കുക. സാധാരണ സാധനങ്ങൾ വെച്ച് ഒരു സൈക്കോളജിക്കൽ വെപ്പൺ ഉണ്ടാക്കുകയാണ് അവർ. ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിമിഷം. കണ്ടോ, കുറച്ചു മുൻപ് വരെ പേടിച്ചു പല തട്ടിലായിരുന്ന ആ ഉറുമ്പുകൾ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അവരുടെ പ്രതീക്ഷയുടെ ഓരോ ഭാഗവും അവർ ഒരുമിച്ച് ചേർത്തു വെക്കുകയാണ്. അങ്ങനെ കെണിയൊക്കെ ഒരുക്കി എല്ലാവരും ഒളിച്ചിരുന്നു. ഇനി ആ അവസാനത്തെ ഷോഡൌണിനു വേണ്ടി കാത്തിരിക്കുകയേ വേണ്ടൂ. അപ്പോ യജമാനന്മാരെത്തി, പതിവ് പോലെ അഹങ്കാരത്തോടെ, ദേഷ്യത്തോടെ. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവർക്കായി എന്തൊരു സർപ്രൈസാണ് കാത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ശരിയായ സമയം വന്നപ്പോൾ ജോ സിഗ്നൽ കൊടുത്തു. അവർ ഒരുമിച്ച് നിർമ്മിച്ച ആ ഭീമാകാരനായ പക്ഷിയെ അവരയച്ചുവിട്ടു. പിന്നെ അവിടെ നടന്നത് ഒരു യുദ്ധമേ അല്ല. ആ പാറ്റകൾ പേടിച്ചു വിറച്ചു ഓടുകയാണ്. ഓടിക്കോ, അത് നമ്മളെ പിടിച്ചു തിന്നും എന്ന് അലറിക്കൊണ്ട്. അവരുടെ ഭരണം അവസാനിച്ചത് ഒരു പോരാട്ടത്തിലൂടെയല്ല, അവരുടെ തന്നെ ഭീരുത്വം കൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് വെറും കായിക ബലത്തിന്റെ വിജയമല്ല, മറിച്ച് ബുദ്ധിയുടെ വിജയമാണ്. എത്ര വലിയ ശക്തിയെയും ശരിയായ തന്ത്രം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അങ്ങനെ അവസാനം അവർ സ്വതന്ത്രരായി. ആ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിച്ച ആ ഒരൊറ്റ ഉറുമ്പിനെ, അവരുടെ ഹീറോയെ, അവർ തോളിലേറ്റി. ജോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. അവർ തങ്ങൾക്ക് കിട്ടിയ പുതിയ സ്വാതന്ത്ര്യവും അത് നേടിത്തന്ന അവരുടെ നായകനെയും ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോ ഈ ഒരു ചെറിയ കഥ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? ധീരമായ ഒരൊറ്റ ആശയം അതിനെത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അല്ലേ?
ഇതൊരു കുട്ടികളുടെ കഥാപുസ്തകത്തിൽ നിന്നുള്ളതാണെങ്കിലും ഒരു ഹീറോയുടെ യാത്രയുടെ എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ധൈര്യം. അത് ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമായിരിക്കും വരുന്നത്.